ഇതാ ഇന്നൊരു പ്ലാസ്റ്റിക് ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള ഒരു കവർ ഉണ്ടെങ്കിൽ, കട്ടിയുള്ളത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം പെട്ടെന്ന് കീറാത്ത ഒരു കവർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പൗച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രം മതി. അപ്പോൾ നമ്മളിത് ആ സൈസിനൊന്നും ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ പെന്നും അതുപോലെ സ്കെയിൽ അതുപോലെ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഐറ്റംസൊക്കെ കൊള്ളുന്ന ഒരു കുഞ്ഞ് ഒരു പൗച്ചാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ലാവൻഡർ ഷേപ്പിലുള്ളത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ നമ്മളിതാ ഈ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ സീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരൊന്നുമില്ല. പിന്നെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് കുറച്ച് ഹോൾ ഉണ്ടായിരിക്കില്ല, അത് ഞാനിതാ ഡബിൾ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്രണ്ട് പോർഷനിലേക്ക് കുറച്ച് ഇതുപോലത്തെ ബീഡ്സ്, പിന്നെ അതുപോലെ കുറച്ച് ഗ്ലിറ്റേഴ്സ്, പിന്നെ കയ്യിൽ കിട്ടിയത് എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യൂട്ടായി കിട്ടണമല്ലോ. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു കളറിൻ്റെ ഒരു കുറവ് കാരണം ഞാനിതിലൊരു റെഡ് റിബൺ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടൊരു പൗച്ച് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കട്ടിയുള്ള പൗച്ച് തന്നെയാണ് കേട്ടോ. എന്തായാലും സ്കൂളും കോളേജൊക്കെ തുറന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, അപ്പോൾ നമ്മുടെ പൗച്ചൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായി. അത് പുതിയത് വാങ്ങാനില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്യൂട്ടായിട്ടുള്ള പുതിയൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു വെറൈറ്റി ആവും ചെയ്യും. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.